ആകാശവാണി കൊച്ചി നിലയം. ഉഷ മാഡം, കണ്ടതും കേട്ടതും ഒരു മിനിറ്റ്. അന്യന്റെ സ്വകാര്യതയിലേക്കുള്ള മലയാളിയുടെ ഒളിഞ്ഞു നോട്ടം. ചർച്ച നയിക്കുന്നത് GT നന്ദകുമാർ. സത്യത്തിൽ ഇതിന്റെ അടിസ്ഥാനം അടിച്ചമർത്തപ്പെട്ട സഫലമാകാത്ത തീവ്രമായ ആഗ്രഹങ്ങളുടെ പുറത്തുചാടനാണ്. എന്താണ് പ്രൊഫസർ രാധാമണിക്ക് പറയാൻ? മനുഷ്യ മനസ്സിന്റെ ആകുലതകൾ പലപ്പോഴും പലതാണ്. അന്യരുടെ രഹസ്യങ്ങൾ അറിയാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശം ഒരു മനോരോഗമാണ്. ചികിത്സ വേണ്ട മനോരോഗം. ചികിത്സിക്കാൻ എനിക്ക് സൗകര്യമില്ല. പാലൊരു 20 കൂടുതൽ വെച്ചു. തൈര് വേണ്ട. ഇല്ല, മെയിൻ്റെനൻസ് ചാർജ് ആണ് 3 മാസത്തെ പെൻഡിങ് ഉള്ളത്. ഞാൻ നോക്കിയിട്ടുള്ളൂ. ശ്രുതി, ഇന്നലത്തെ റിട്ടേൺ അവിടെ ഇരിപ്പുണ്ട്, നീ എടുത്തു കൊടുക്കണേ. സാറേ ഗുഡ് മോർണിംഗ്. സൺഡേ താക്കോല്. ഗുഡ് മോർണിംഗ് സർ. കളക്ടറും എത്തിയല്ലോ. കിഴക്കമ്പലത്തുള്ള മാത്തച്ചേട്ടന് കൃത്യസമയത്ത് വരാൻ പറ്റുമെങ്കിൽ ഈ തൃപ്പൂണിത്തുറയിൽ നിനക്ക് എന്താ എത്താൻ പറ്റാത്തത്? പേട്ടയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പേട്ടയും പാട്ടയും ട്രാഫിക് ഒക്കെ മുന്നിൽ കണ്ടിട്ട് നിനക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിക്കൂടെ? ഇത്ര തിരക്ക് പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് പട്ടിയാ പിടിക്കാനും കുളിപ്പിക്കാനും അല്ലേ? വെല്ല പോയാ മതി. കാലത്ത് തന്നെ തുടങ്ങിക്കോളൂ ഒരു കെയർ ടേക്കർ സാർ. ഞാഞ്ഞൂളിനും പത്തിയ. അതെ, സ്റ്റോക്ക് മുഴുവൻ ചെക്ക് ചെയ്ത് വൈകുന്നേരം ഞാൻ എത്തുമ്പോഴേക്കും എല്ലാ കണക്കും എനിക്ക് തന്നിരിക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ വളരെ കച്ചറയാണ്. ഇവിടെ ഇറക്കി വിട്ടോ? ഗസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഉഷ മാഡത്തിനോട് പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം പുള്ളിക്കാരത്ത് ഊഹിച്ചതാവാം. ബാക്കി എന്ത്? എന്തൊക്കെയോ ഈ ആണും പെണ്ണും തമ്മിലെ പ്രേമം എന്നുള്ള സംഗതി മാത്രമല്ല, നല്ല ഒന്നാന്തരം ഫ്രണ്ട്ഷിപ്പും കൊണ്ടു നടക്കാൻ പറ്റും. ആണല്ലേ? പിന്നെ ഒരാൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു പെൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യാനായി പറ്റും. എന്തുകൊണ്ടെന്നറിയോ? അവിടെ ഒരു ജെൻഡർ ഈഗോ ഇല്ല. പക്ഷെ അതൊക്കെ മനസ്സിലാവണേല് ലൈഫിൽ അങ്ങനെ ഒരാൾ വേണം. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനെങ്കിലും ഒരു കൂട്ടുകാരി ഇന്നേവരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ല, കുറച്ചുകൂടി ഒന്ന് ബ്രോഡായി ചിന്തിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചെറുതായി പോകും. മോശമായിപ്പോയി. കുറച്ച് മോശമായി പോയി. മനസ്സിലായല്ലോ അല്ലേ? നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഞാനല്ല തലയിട്ടത്, നിങ്ങളാ. ഞാൻ തലയിടും, എല്ലാത്തിലും തലയിടും. കാരണം ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. മുരിങ്ങക്കോലെടുത്ത് എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താ പവിയേട്ടാ? എന്താണ് പവിയേട്ടാ? എന്നെ ഒറ്റ കൊടുത്ത യൂദാസേ, യൂദാസി. വാതിൽ തുറന്നിട്ടിരിക്കുക. ആരെ തട്ടണത്? വാതിലടച്ചിട്ടാരാ? ആരാ പുറത്തൊന്ന് ലോക്ക് ചെയ്തേ? വാലോർക്ക്. ഹലോ, ആരാ പുറത്തൊന്ന് ലോക്ക് ചെയ്തേന്ന്? വാതിൽ തുറക്കാൻ ബ്രോ. അയ്യോ, എന്നെ കൊല്ലരുത്. അത് ശരി, ആളെ കൊണ്ടൊന്നിക്കാണ് എന്നെ കൊല്ലിക്കാൻ. ബഹളം വെക്കലടാ. ഇവനെ കൊണ്ട് ആ ലോക്കൊന്ന് മാറ്റിച്ചതാ. ഇതെന്താ ലോക്കൊക്കെ മാറ്റിയത്? നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എന്തിന്? ഇന്ന് പുതിയ ആള് വരും. പുതിയ ആളാ? ആന്റണി, ആ ബാത്റൂമിന്റെ കഥ കൂടി ഒന്ന് നോക്കിയാല്. പിന്നെ നീ ജോലിക്ക് പോകുമ്പോ ആ പട്ടിയെ കൂട്ടി കെട്ടിയിട്ടേക്കണം. വേറെ ആളുള്ളതാ. മുഴുവൻ പോയി.
കഴിഞ്ഞ വർഷം പറവൂരില് ഒരു വീടിന്റെ മേളിലെ പുതുതായി താമസിക്കാൻ വന്ന ഒരു യുവാവ് വീട്ടുടമസ്ഥയും ധനികയുമായ വൃദ്ധയെ കല്ലുകൊണ്ട് തലക്കിടിച്ചും തോർത്തുകൊണ്ട് കഴുത്ത് ഞെരുക്കിയും മുഖം ഭിത്തിയിലിടിച്ചും ഓ മരിച്ചു കിടക്കണ അവർക്ക് പോലും കണ്ടാ മനസ്സിലാവാത്ത വിധത്തില് വികൃതമാക്കി കൊന്നു കളഞ്ഞു. ഓ അറിഞ്ഞായിരുന്നോ? 2 മാസം മുൻപ് മൂവാറ്റുപുഴയില് 8 വർഷമായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന വാടക കൂട്ടിക്കൊടുക്കാത്ത ഒരുത്തൻ വീട്ടുടമസ്ഥയെ ഇതിലും ഭീകരമായിട്ട് കൊന്നു. വായിച്ചാർന്നോ? സജി കെട്ടട്ടായിരിക്കും. എന്താന്ന്? ഏയ് ഞാൻ പറയാനുള്ള പറഞ്ഞെന്നുള്ളൂ. വാർദ്ധക്യകാലേ വിപരീത ബുദ്ധി. എന്റെ മുറിയിലിരുന്ന് ജനലിലൂടെ തുപ്പരുത്. എന്റെ പാത്രങ്ങൾ തൊട്ടുപോകരുത്. പട്ടിച്ചന്തിക്ക് കടിക്കും. അതവന്റെ വീക്ക്നെസ് ആണ്. കടി കിട്ടിയിട്ട് പരാതിയും കൊണ്ട് എന്റെ അടുത്ത് വരരുത്. എന്റെ കട്ടിൽ ഉപയോഗിക്കരുത്. എന്റെ സോപ്പിലോ പേസ്റ്റിലോ തൊടരുത്. കുളിമുറി കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണ്. എന്റെ മുറിയിൽ പുകവലി പാടില്ല. പരമാവധി ക്ലോസറ്റിനോട് ചേർന്ന് നിന്നും മൂത്രമൊഴിക്കുക. മൂത്രമൊഴിപ്പിക്കുക, തെറിപ്പിക്കരുത്. എന്റെ മുറിയിൽ ഒരു കാരണവശാലും കീഴ്ശ്വാസം വിടരുത്. പെട്ടുമോനെ. ഇനി എന്താ ചെയ്യുക ഇതിലും വൃത്തിയേടാക്കാൻ? ഓ ഒന്ന് സഹകരിക്കടാ. ഇതുപോലെ നീ തന്നെ ചെയ്യ. നീ വരൂല ഉണ്ണാൻ നേരത്ത്. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? കംപ്ലീറ്റ് വൃത്തിയാടായി. തിന്ന ചോറിന് നന്ദി കാണിക്കാനുള്ള സമയമാണിത്. അവൻ വന്നു കഴിഞ്ഞാ ഓടിച്ചിട്ട് അവന്റെ ചന്തിക്ക് അച്ചാലും മുച്ചാലും കടിച്ചു പറിച്ചേക്കണം. കുണ്ടിയും മുത്തി അവൻ ഇവിടുന്ന് ഓടണം. ചിരിച്ചാൽ മാത്രം വരെ ചെയ്യണം.